നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മഹാഭാരതത്തിലെ ഭീഷ്മരുടെ ജ്ഞാനത്തിൻ്റെ വൈഭവം വെളിപ്പെടുത്തുന്ന ഒരു അഭൗമിക കഥ നമുക്ക് കേൾക്കാം. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന വെൺതാരകമായിരുന്നു ഭീഷ്മർ അഥവാ ഭീഷ്മ പിതാമഹൻ. ആ കഥ അഭൗമികമാണ്. സ്വർലോകത്തിലെ വസുക്കൾ 8 പേർ, അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്നു. ഇവർ എപ്പോഴും ഒന്നിച്ചേ കഴിയൂ, ഒന്നിച്ചേ വിഹരിക്കൂ. ഒരിക്കൽ യാത്രയ്ക്കിടയിൽ അവർ വസിഷ്ഠ മഹർഷിയുടെ ഉടജത്തിലെത്തി. ആ സമയത്ത് മഹർഷി എന്തോ കാര്യത്തിനു വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു. അഷ്ടവസുക്കളും അവരുടെ സഹധർമ്മിണിമാരും ആശ്രമവും പരിസരവും ചുറ്റിക്കണ്ട് നടന്നു. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ മഹർഷി വാത്സല്യത്തോടെ പരിചരിക്കുന്ന കാമധേനുവിനെയും മകൾ നന്ദിനിയെയും കാണാനിടയായി. ആ വിശിഷ്ട ധേനുക്കളുടെ സവിശേഷതകൾ മനസ്സിലാക്കിയപ്പോൾ ഭാര്യമാർക്ക് അവയെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന മോഹമുദിച്ചു. അവർ ഇംഗിതം പുറത്തു പറഞ്ഞില്ല. എന്നാൽ ദ്യോവ് എന്ന വസുവിൻ്റെ ഭാര്യ മാത്രം ആഗ്രഹം ഭർത്താവിനെ ധരിപ്പിച്ചു. വസുക്കൾ കൂടി ആലോചിച്ച് നന്ദിനിയെ അവിടെ നിന്നും അപഹരിച്ചു കൊണ്ടുപോയി. തിരിച്ചു വന്ന മഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടിയാൽ അപഹരണ വൃത്താന്തം അറിഞ്ഞു. കോപം പൂണ്ട മഹർഷി സ്വർഗവാസികളായ അഷ്ടവസുക്കളെ ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് ശപിച്ചു. കാര്യമറിഞ്ഞ അഷ്ടവസുക്കൾ ഭയന്ന് വിറച്ചു. ശാപമോക്ഷത്തിനായി അവർ മഹർഷിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ശാപം തിരിച്ചെടുക്കാനാവില്ലെന്നും അതിൻ്റെ ദൈർഘ്യം കുറച്ചു തരാമെന്നും മഹർഷി സമ്മതിച്ചു. അതിൻ പ്രകാരം അപരാധിയായ ദ്യോ ഒഴികെ മറ്റു വസുക്കൾക്ക് ജനിച്ചാൽ ഉടൻ തന്നെ തിരിച്ചു വരാമെന്നും ദ്യോവ് മാത്രം ഒരു ആയുഷ്കാലം ഭൂമിയിൽ വസിക്കണമെന്നും എന്നാൽ സംസാര ചക്രത്തിൽ പെടാതെ അനപത്യനായി കഴിയുമെന്നും മൊഴിഞ്ഞു. അങ്ങനെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും പുത്രനായി ഭൂമിയിൽ പിറന്ന ദ്യോവാണ് ദേവവ്രതൻ. അദ്ദേഹം ചെയ്ത ഭീഷ്മ പ്രതിജ്ഞയിലൂടെയും അതിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആചരണത്തിലൂടെയും പിന്നീട് ഭീഷ്മർ എന്നറിയപ്പെട്ടു. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ ഭീഷ്മ പിതാമഹനായി. നൈഷ്ഠിക ബ്രഹ്മചാരിയും ധർമ്മിഷ്ഠനുമായിരുന്നെങ്കിലും കർമ്മബന്ധനായ ഭീഷ്മർക്ക് അധർമ്മപക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് മൗനം പാലിച്ചു. അതിനാൽ പിതാമഹന് 58 ദിവസം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു. ഈ ശരശയ്യയിൽ വെച്ചു ഭീഷ്മർ യുധിഷ്ഠിരന് ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചും രാജ്യതന്ത്രങ്ങളെക്കുറിച്ചും സത്യം, ധർമ്മം, അഹിംസ മുതലായ സനാതന ജീവിത മൂല്യങ്ങളെക്കുറിച്ചും മറ്റും പല വിജ്ഞാന ശാഖകളെക്കുറിച്ചും വളരെ ആഴത്തിലും പരപ്പിലുമുള്ള ഉപദേശം നൽകുന്നുണ്ട്. ഇവിടെ ഭീഷ്മരുടെ ജ്ഞാനത്തിൻ്റെ വൈഭവം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ഉപദേശം മനുഷ്യ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾക്കും ഏത് വിഷമഘട്ടങ്ങൾക്കുമുള്ള പരിഹാരം അടങ്ങിയിരിക്കുന്നു. രാജാവായാലും മന്ത്രിയായാലും സേനാനായകനായാലും കൃഷിക്കാരനായാലും താപസനായാലും സാധാരണക്കാരനായാലും ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഭീഷ്മ പിതാമഹൻ വളരെ വ്യക്തവും സുന്ദരവുമായ കഥകളിലൂടെയും തൻ്റെ പൗത്രനായ യുധിഷ്ഠിരന് വ്യക്തമായ സമാധാനങ്ങൾ നൽകുന്നു. ഇതിലെ സനാതന മൂല്യങ്ങൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. ഈ ഉപദേശം എല്ലാ കാലത്തും നമ്മുടെ ജീവിത പ്രതിസന്ധികൾക്കു പരിഹാരമാണ്. ഹരി ഓം നമഃ ശിവായ.